എത്ര പറഞ്ഞാലും തീരാത്ത ഇതിഹാസമായിരുന്നു വി.എസിന്റെ ജീവിതം. ഏതൊരു നേതാവും കൊതിക്കുന്ന ജനപ്രീതി. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ളവരുടെ ആരാധനാപാത്രം. പലപ്പോഴും പാർട്ടി നയിച്ച പാതയിൽ നിന്ന് മാറി നടന്നിരുന്ന നേതാവായിരുന്നു വി.എസ്. അച്യുതാനന്ദൻ. പാർട്ടിയുടെ നിലപാടുകളോട് പലപ്പോഴും വി.എസ്. കലഹിച്ചു, വിധേയപ്പെടാതിരുന്നു. എന്നാൽ അപ്പോഴെല്ലാം പാർട്ടി വടിയെടുത്തപ്പോൾ അനുസരണയുള്ള കുട്ടിയെപ്പോലെ വി.എസ്. അച്ചടക്ക നടപടികൾ ഏറ്റുവാങ്ങി. നിലപാടുകളിൽ അണുവിട മാറാതെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ തന്റെ തുടക്കകാലം മുതൽ തിരുത്തൽ ശക്തിയായിരുന്നു സഖാവ്. 1980-കളിൽ പാർട്ടിയിലെ ഒരു വിഭാഗം ലീഗുമായി സഖ്യമുണ്ടാക്കാൻ ശ്രമിച്ചു. അവരുടെ നിലപാടിനെ വി.എസ്. ഉൾപാർട്ടി വേദികളിൽ അതിനിശിതമായി എതിർത്തു. ബദൽ രേഖ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ നയവ്യതിയാനത്തിന് രൂപം നൽകിയവരെ പിന്നീട് പാർട്ടി പുറത്താക്കി. 2006-ലും സമാനമായ ഒരു സംഭവമുണ്ടായി. അക്കാലത്ത് CPM-ന്റെ എക്കാലത്തെയും എതിരാളിയായിരുന്ന കെ കരുണാകരൻ കോൺഗ്രസ് വിട്ട് രൂപവൽക്കരിച്ച DIC-യുമായി ധാരണയുണ്ടാക്കാൻ പാർട്ടിയിലെ ഒരു വിഭാഗം ശ്രമിച്ചു. ഈ വിഭാഗത്തിന്റെ ശ്രമങ്ങളെയും അച്യുതാനന്ദൻ ശക്തിയുക്തം എതിർത്തു. തുടർന്ന് പോളിറ്റ് ബ്യൂറോ വിഷയത്തിൽ ഇടപെടുകയും സഖ്യം വേണ്ട എന്ന് വെക്കുകയും ചെയ്തു. SNC ലാവ്ലിൻ കേസിലും 2009-ലെ CPM PDP-യുമായി ഉണ്ടാക്കിയ സഖ്യത്തിന്റെ കാര്യത്തിലും വി.എസിന്റെ നിലപാട് ഔദ്യോഗിക നിലപാടിന് വിരുദ്ധമായിരുന്നു. ഇതിനെതിരെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ദേശീയ നേതൃത്വത്തിന് പരാതി നൽകി. തുടർന്ന് നടന്ന കേന്ദ്ര കമ്മിറ്റി വി.എസ്. അച്യുതാനന്ദനെ പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. എങ്കിലും അക്കാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന വി.എസിനെ തൽസ്ഥാനത്തും കേന്ദ്ര കമ്മിറ്റിയിലും അംഗമായി തുടരാൻ അനുവദിച്ചു. T.P. ചന്ദ്രശേഖരൻ വധക്കേസിൽ വി.എസ്. സ്വീകരിച്ച പരസ്യ നിലപാടുകൾ അക്കാലത്ത് വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചു. ഈ നിലപാടുകൾ വി.എസിനെ പാർട്ടിയിൽ പൂർണ്ണമായി ഒറ്റപ്പെടുത്തിയെങ്കിലും പൊതുസമൂഹത്തിൽ അദ്ദേഹത്തിനോടുള്ള വിശ്വാസ്യത വർദ്ധിപ്പിച്ചു. 1985-ൽ PB അംഗമായ വി.എസിനെ വിഭാഗീയതയുടെ പേരിൽ അച്ചടക്ക നടപടിയുടെ ഭാഗമായി 2009-ൽ PBയിൽ നിന്ന് ഒഴിവാക്കി. പലപ്പോഴും തന്റെ എതിർകക്ഷികളിലെ നേതാക്കളെ കുറിച്ചുള്ള പരാമർശങ്ങളിൽ പ്രതിഷേധമുയർന്നുവെങ്കിലും വി.എസ്. പ്രസ്താവനകൾ പിൻവലിച്ചിരുന്നില്ല. പലതവണ പാർട്ടി ശാസനയ്ക്ക് വിധേയനായിട്ടും സ്വന്തം നിലപാടുകൾ പരസ്യമായി പ്രകടിപ്പിക്കുന്നതിലൊന്നും ഇതുവരെ വി.എസിനെ മാറ്റിയെടുക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. ഷൊർണൂർ MLA P.K. ശശിക്കെതിരെ ലൈംഗികാരോപണം ഉയർന്ന സമയത്ത് പാർട്ടി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. എന്നാൽ വിഷയത്തിൽ കൂടുതൽ ശിക്ഷ വേണമെന്നതായിരുന്നു വി.എസിന്റെ നിലപാട്. 1998-ലെ പാലക്കാട് സംസ്ഥാന സമ്മേളനം വരെ വി.എസിന്റെ വിശ്വസ്തനായ വലങ്കയായിരുന്നു പിണറായി വിജയൻ. അന്ന് കണ്ണൂരിലെ ശക്തനായ നേതാവായിരുന്നു പിണറായി വിജയൻ. 98-ൽ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന ചടയൻ ഗോവിന്ദന്റെ നിര്യാണത്തെ തുടർന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് പിണറായി വരുന്നത്. തുടർന്ന് പാർട്ടിയിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ രൂക്ഷമായി. 2002-ൽ കണ്ണൂരിൽ സംസ്ഥാന സമ്മേളനം നടന്നപ്പോൾ പിണറായി വിജയനും വി.എസും ഇരുചേരികളിലായി. അതോടെ അപ്രഖ്യാപിത പിണറായി പക്ഷവും വി.എസ്. പക്ഷവും രൂപം കൊണ്ടു. പിന്നീട് 2005-ൽ നടന്ന മലപ്പുറം സമ്മേളനത്തിൽ പിണറായി വിജയൻ പാർട്ടിയിൽ തന്റെ ആധിപത്യം ഉറപ്പിച്ചു. ഇതിനുശേഷം പാർട്ടിയിലെ ഔദ്യോഗിക പക്ഷവുമായി മാറി. തുടർന്നുള്ള സമ്മേളനങ്ങളിലും അത് ആവർത്തിച്ചു. 2013-ന് ശേഷം വി.എസിന്റെ സ്വന്തം ചേരിയിലുണ്ടായിരുന്ന പല നേതാക്കളും മറുകണ്ഠം ചാടുന്ന കാഴ്ചയായിരുന്നു കേരളം കണ്ടത്. 8 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചു. 5 പ്രാവശ്യം ജയിച്ചു. 2 തവണ പ്രതിപക്ഷ നേതാവായി. ഇടതുമുന്നണി കൺവീനറായി മുന്നണിയെ നയിച്ചു. പാർട്ടിയും വി.എസുമായുള്ള യോജിപ്പും വിയോജിപ്പുമെല്ലാം കേരളം ചർച്ച ചെയ്തു. അച്ചടക്കത്തിന്റെ വേലിക്കെട്ടുകൾ തകർത്ത് വി.എസ്. മുന്നേറിയപ്പോൾ നടപടികൾ കൂടെയുമെത്തി. താക്കീത്, ശാസന, പരസ്യശാസന, പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്യൽ, സസ്പെൻഷൻ, പുറത്താക്കൽ എന്നിങ്ങനെ 6 തരം അച്ചടക്ക നടപടികളിൽ ആദ്യം ലംഘിച്ചത് തരം താഴ്ത്തലായിരുന്നു. വി.എസിനെ സെക്രട്ടേറിയറ്റിൽ നിന്നും നീക്കി. 1966-ൽ ഇന്ത്യ ചൈന സംഘർഷമുണ്ടായപ്പോൾ പൂജപ്പുര ജയിലിലായിരുന്ന അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ രാജ്യരക്ഷാ ഫണ്ടിന് സംഭാവന നൽകാനും ഇന്ത്യൻ സൈനികർക്ക് രക്തം ദാനം ചെയ്യാനും തീരുമാനിച്ചതാണ് നടപടിക്ക് ഇടയാക്കിയത്. പരിസ്ഥിതി നിലപാടുമായി ബന്ധപ്പെട്ടാണ് 88-ൽ താക്കീത് ലഭിച്ചത്. 98-ൽ പാലക്കാട് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ഗ്രൂപ്പിസം, വെട്ടിനിരത്തൽ എന്നിവയുടെ പേരിൽ രഹസ്യമായി താക്കീത്. നടപടികൾ പിന്നെയും ഉണ്ടായിക്കൊണ്ടിരുന്നു വി.എസിന്. എന്നാൽ വി.എസ്. അതിനോടെല്ലാം വീറോടെ പൊരുതി. ADB കരാറിനെ ചൊല്ലി സഹമന്ത്രിമാരും CPM നേതാക്കളുമായ TM തോമസ് ഐസക്, പാലോളി മുഹമ്മദ് കുട്ടി എന്നിവരെ വിമർശിച്ചതിന് 2007 ജനുവരിയിൽ മുഖ്യമന്ത്രിയും PB അംഗവുമായ വി.എസ്. അച്യുതാനന്ദനെ പാർട്ടി പരസ്യമായി ശാസിച്ചു. വലിയ നടപടികളുടെ ദിവസങ്ങൾ അടുത്തു വരികയായിരുന്നു. മാധ്യമങ്ങളിലൂടെയുള്ള പരാമർശങ്ങളും പരസ്പര വിമർശനവും നടത്തി അച്ചടക്കം ലംഘിച്ചതിന് അച്യുതാനന്ദനെയും സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനെയും PBയിൽ നിന്ന് 2007-ൽ സസ്പെൻഡ് ചെയ്തു.
2011 ഇതര സംസ്ഥാന ലോട്ടറികൾ കേരളത്തിൽ വിൽപ്പന നടത്തുന്നതിലെ ക്രമക്കേടുകൾ വിവാദമായപ്പോൾ വിഷയത്തിൽ പാർട്ടിയോട് ആലോചിക്കാതെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി VS പ്രധാനമന്ത്രിക്ക് കത്തയച്ചത് പാർട്ടിക്കുള്ളിൽ ശാസനം ലഭിക്കാൻ ഇടയാക്കി. പാർട്ടി വിരുദ്ധമായ പരസ്യ പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്ന് VS അച്യുതാനന്ദനെ 2013 ഒക്ടോബറിൽ CPM പോളിറ്റ് ബ്യൂറോ ശാസനയ്ക്കൊത്ത ഭാഷയിൽ പരസ്യമായി വിലക്കി. തുടർച്ചയായ അച്ചടക്ക ലംഘനങ്ങളെക്കുറിച്ച് അന്വേഷിച്ച പോളിറ്റ് ബ്യൂറോ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ CPM കേന്ദ്ര കമ്മിറ്റി 2017 ജനുവരിയിൽ പരസ്യമായി താക്കീത് ചെയ്തു. ഒന്നിനും VSനെ മാറ്റാൻ കഴിഞ്ഞില്ല. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സ്വാശ്രയ പ്രശ്നത്തിലടക്കം VS എതിർ ശബ്ദമുയർത്തി. എതിരാളികളും ആ വാക്കിന്റെ ചൂടറിഞ്ഞു. വേങ്ങര ഉപതെരഞ്ഞെടുപ്പിനെ സോളാർ കേസ് ബാധിച്ചു കാണുമെന്ന പ്രസ്താവനയാണ് VSന്റേതായി ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത്. രാഷ്ട്രീയ ഇടപെടലുകൾ ഇല്ലാതെ VS ഇല്ല. സമര പോരാട്ടങ്ങളാണ് VSന് എന്നും ജീവിതം.